ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ അവരിപ്പോൾ തുറന്നു നോക്കണ പരിപാടി ഉണ്ടല്ലോ. ഇത് ഓണാവണില്ല, റീപ്ലേസ്മെന്റിന് കൊടുത്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് വരുമ്പോൾ അറിയാം എങ്ങനെയാന്നുള്ളൂ. ഒരാഴ്ചയിൽ കൂടുതലായിട്ട് അപ്പോൾ കംപ്ലീറ്റ്ലി വേറെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഉമ്മാര് കാണിച്ചത് തെണ്ടിത്തരവും. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് വീഡിയോ. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ മ്യൂസിക്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡ്വിൻസ് വ്ലോഗ്സ്. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും ഇന്ന് വരും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം 2 വട്ടം ഞാൻ മേടിച്ചപ്പോൾ അത് ഒരുമാതിരി ചീപ്പ് ക്വാളിറ്റി സാധനമാണ് എനിക്ക് വന്നത്. ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് ഡെലിവറി ഉണ്ടാവും എന്ന് പറയണം. അപ്പോൾ എന്തായാലും അവർ തുറന്ന് നോക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോയിലേക്ക് തുടങ്ങണേക്കാട്ടും മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോടും വളരെയധികം നന്ദിയുണ്ട്. കാരണം നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബറിന് മുകളിലായിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഹൃദയം എൻ്റെ ഗൈസ് എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര എത്തിയത്. എനിക്കറിയാം ഇത് വലിയൊരു ഇതൊന്നുമല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അത് വലിയൊരിതാണ്. പിന്നെ നമ്മുടെ മറ്റേ ജയിലറിൻ്റെ വീഡിയോന് 23K ഒക്കെ അടിച്ച് ഗൈസ്. ഞാൻ ജന്മത്ത് വിചാരിച്ചില്ല എനിക്ക് ഇതൊക്കെ കിട്ടുമെന്ന്. കാരണം ഇത്ര വ്യൂ ഒക്കെ കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും അത് വരട്ടെ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വരണേക്കാട്ട് മുമ്പ് ഒരു ഇൻ്റർവ്യൂ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ ബാക്ക് ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടല്ല നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമൊക്കെ. ഗൈസ്, അപ്പോൾ അവർ നമ്മളെന്തായാലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 1 മണിയായി. അപ്പോൾ അവരെന്തായാലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ വരണവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് ഉറപ്പില്ലാത്ത, അതായത് നമുക്ക് അഷ്യൂറില്ലാത്ത നമ്മളൊരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ അവരിപ്പോൾ തുറന്നു നോക്കണ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. ഒരു 5 രൂപ 10 രൂപ കൂടുതലുണ്ടാവും. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ വന്ന് തുറന്നു നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ 5 ദിവസം 6 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം പിന്നെയും. അപ്പോൾ അതിന് ഭേദം നമുക്ക് നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പൈസ വെറുതെ പോകില്ലല്ലോ. അങ്ങനൊരു ടിപ്പ് കൂടി ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ അതായിക്കോട്ടെ. പിന്നെ നമ്മുടെ ഈസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ അടുത്താണ് ഇട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോപ്രോ അന്ന് കൊണ്ടുപോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറന്നുപോയി വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ചുമ്മാ സിസ്റ്റത്തിൽ നോക്കിയപ്പോൾ വീഡിയോ ഉണ്ട്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടതാണ്. അതുള്ളൂ. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വെച്ചേക്കാണ്. ഫണ്ട് സെറ്റായിട്ടില്ല. അപ്പോൾ വേണ്ടി വണ്ടി ചെയ്യുന്നൊക്കെ ആകെ കരി പിടിച്ച അവസ്ഥയായി. ഇതാണ് ഇതിൻ്റെ അവസ്ഥ വണ്ടിയുടെ. അപ്പോൾ അടുത്ത ട്രിപ്പ് എന്തായാലും ഈ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ ക്രിയേഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുക. അതായത് എല്ലാ മാസവും 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് നമ്മൾ വീഡിയോ ഇടാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഏതിൻ്റെ വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ നമുക്ക് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇവിടെ 35 ഡിഗ്രിയാണ് ഇവിടെ ചൂട്. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. ഞാനവിടെ ഇവിടുന്ന് പുറത്ത് നിൽക്കണേന്ന്. അവർ വന്നിട്ടില്ല. അപ്പോൾ വരും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ വന്നിട്ട് കാണാം. പേയ്മെൻറ്റ് ചെയ്താലേ വരുള്ളൂ? അങ്ങനെയുണ്ടോ? ഇതാണ് സെറ്റപ്പ്. ടേക്ക് പേയ്മെന്റ് കൊടുത്താലേ അടുത്തേക്ക് കിടക്കും. ഇതിന് മുമ്പ് ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ നെക്സ്റ്റ് പേയ്മെന്റ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ പേയ്മെന്റ് കൊടുത്താലേ അതിൽ വരുള്ളൂ. അതാണ് സംഭവം. ഇനി ഇതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല.
അവരെന്തായാലും തുറന്നു നോക്കി. എന്തായാലും ബോക്സ് കണ്ട പോലെ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ ഐഫോണിൻ്റെ എയർപോഡ് മാക്സിൻ്റെ കോപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും തുറന്നു നോക്കാം. ഇതിനകത്ത് ഈ കേസൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരുടെ, അതായത് അവരുടെ വെബ്സൈറ്റ് നമ്മൾ ഓർഡർ ചെയ്ത സൈറ്റിനകത്ത് കൊടുത്തേക്കാം. നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 രൂപയുടെ കാര്യം വെറുതെയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പേയ്മെൻറ്റ് ചെയ്യണത് തന്നെ ആയിരിക്കും നല്ലത്. എന്തായാലും അങ്ങനെയാണ് പരിപാടി. ആ ടിപ്പ് നിങ്ങൾ എടുക്കണ്ട, അത് വിട്ടേക്ക്, കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യും വെച്ചാണ് തുറക്കണത് ഗൈസ്. അപ്പോൾ അത് സീൽ നമുക്ക് അങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പം ഇതിനകത്ത് അവരുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ചീത്തയാണെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. കഷ്ടപ്പെട്ടത് 2-3 പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തത് വന്നതൊക്കെ ഒരുമാതിരി വൃത്തികെട്ട സാധനങ്ങളാണ് ഗൈസ്. യൂസർ ഫസ്റ്റ്. ഇതിനകത്ത് അവർ കൊടുത്തേക്കണത്, അവർ പറഞ്ഞേക്കണ ഒരു കാര്യം തെറ്റാണ്. ഇത് അവരിതിനകത്ത് കൊടുത്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2 ലൈറ്റ്നിങ് കേബിൾ എന്നാണ് കൊടുത്തേക്കണത്. അത് തെറ്റാണ് ഗൈസ്. അവർ സാധാരണ ഒരു ഇതും C ടൈപ്പ് കേബിളോട് വന്നേക്കണേ. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ആ കേസ് ഫേക്ക് കേസ് അങ്ങനെ തന്നെ ഉണ്ട്. ഇത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഈ സാധനമാണ് ഗൈസ്. മറ്റേതിനകത്ത് മാഗ്നറ്റാണ്, ഇതിനകത്ത് ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ഒരു എനിക്ക് എന്തോ ലോ ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഇതിനകത്ത് അവരുടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതെനിക്ക് തോന്നുന്നു വോളിയം കൺട്രോളിൻ്റെയാണ് തോന്നുന്നു. ഇത് പവർ ബട്ടൺ ആയിരിക്കും. ഇത് റൈറ്റ് ലെഫ്റ്റ് ഏതാന്നൊക്കെ ഇങ്ങനെയാണെങ്കിലോ നമ്മൾ ഹെഡ്സെറ്റ് വയ്ക്കുമ്പോൾ അത്ര വലിയ സീനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് എന്തായാലും പാട്ട് കേട്ട് നോക്കാം. ഇത് ഓൺ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമർത്തി പിടിക്കണം. ഇത് ഓൺ ആവണില്ല ഗൈസ്. ഇപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ചാർജിലിട്ട് നോക്കാം. കുറച്ച് നേരം ചാർജിലിട്ടിട്ട് ഞാൻ എന്തായാലും വരാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതെന്തായാലും ചാർജിനിട്ട് നോക്കിയാൽ ചാർജ് ആവണില്ല. ഓണാക്കാൻ നോക്കി, ഓണാവണില്ല, ചാർജ് ആവണില്ല. ഇങ്ങനെ ഒരു കുത്തുമ്പോൾ ഇങ്ങനെ ഒരു ചുവപ്പ് കത്ത് കത്തിയിട്ട് അങ്ങനെ പോവാണ്. ഓണാവണില്ല. സാധാരണ നമ്മൾ കുത്തിടുമ്പോൾ ഒന്നില്ലെങ്കിൽ ബ്ലിങ്ക് ആവണ്ടല്ലേ, ഇതൊന്നും ആവണില്ല. ഞാൻ ഒരു അരമണിക്കൂറോളം ചാർജിനിട്ട് നോക്കി, ഓണാവണില്ല. ഇത് സംഭവം പ്ലാസ്റ്റിക് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് റീപ്ലേസ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് വരുമ്പോൾ അറിയാം അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മറ്റേ ഇത് തന്നെ, ഇതിനകത്ത് കുറച്ചും കൂടെ പ്രീമിയമാണ്. ഇത് സാധാരണ ഒരു പൗച്ച് പോലെ വെച്ചേക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വന്നിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. ഈ വീഡിയോ എന്തായാലും ലോങ് ആയിരിക്കും. ശരി. ഓ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഇന്നലെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അത് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതിയാണ് റീപ്ലേസ്മെൻറ്റും അവരുടെ പിക്കപ്പും കൂടി ചേർന്നിട്ട് 16-ാം തീയതി അവർ വരും. നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കും, അവർ പുതിയ പ്രൊഡക്റ്റ് തരും. അപ്പോൾ അതാണ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുക. ഈ 16-ാം തീയതി ഒരാഴ്ചത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഒരാഴ്ചത്തെ ഗ്യാപ്പ് അത്ര വലിയ കൂടുതലാണ്. പക്ഷെ അത് കുറച്ച് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. റീപ്ലേസ്മെൻറ്റ് ഫീഡ്ബാക്ക് ഞാൻ വന്നിട്ട് പറയും. ഇനി വരണത് എങ്ങനത്തെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വന്നത് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വരണത് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൂടി മനസ്സിലുണ്ട്. അപ്പോൾ ആകെ മൊത്തം പണിയാണ്. നമ്മൾ ആ വീഡിയോ ചെയ്തതിൻ്റെ അപ്പം തന്നെ നമ്മൾ റീപ്ലേസ് കൊടുത്തു. അപ്പോൾ അപ്രൂവ് വന്നത് ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. സാധനം തിരിച്ച് വരുന്നുണ്ട്. 16-ാം തീയതി വരും. അപ്പോൾ 16-ാം തീയതി കാണും. ഓ ഗൈസ്, അപ്പം ഇന്ന് എന്തായാലും 16-ാം തീയതിയാണ്. ഇന്നാണ് നമ്മുടെ മറ്റേ ഓർഡറിൻ്റെ പിക്കപ്പും ഡെലിവറിയും പറഞ്ഞേക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ പ്രോഡക്റ്റ് വന്നപ്പോൾ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യാത്തൊരു ഇഷ്യൂ കൊണ്ട് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാണ് വരുന്നത്. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ആഫ്റ്റർ എ ലോങ് ടൈം, ഒരാഴ്ചത്തെ വെയിറ്റിംഗ് പീരീഡ് ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നിട്ട് കാണാം. ഞാനിപ്പോൾ സിനിമ കാണാൻ വെച്ചിട്ട്
സിനിമ കാണാൻ വേണ്ടി നിന്നാണ്. പക്ഷെ ഇപ്പം എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും വന്നിട്ട് കാണാം. ഓക്കെ. ബില്ല് മറ്റേ ഒന്ന് കീറിയില്ലേ? ഇത് കീറില്ല, ഞാൻ കീറില്ല. അത് ഇവിടെ ഈ ഒരു ഇത്രയും പീസ് വേറെ പോയിട്ടുണ്ട്. അതെവിടെ? അത് അഡ്രസ്സിന്റെ അല്ലേ? ആ അഡ്രസ്സിന്റെ അതിൽ ആ കോഡ് QR ഉണ്ടാവുമല്ലോ. അങ്ങനെ കത്തിക്കരുതേ, കത്തിച്ച് കഴിഞ്ഞാൽ പണിയാണ്. കത്തിക്കരുത്. അത് ഗ്യാരണ്ടി വാറണ്ടി കിട്ടണമെങ്കിൽ ആ സാധനം വേണേ. അതാ പിന്നെ തിരിച്ച് സാധാരണ വരുമ്പോ അത് ചോദിക്കാറില്ല. ഈ കവറേ ചോദിക്കാറില്ല. സപ്പോസ് എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങൾ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിലേ അവരത് അടിച്ചു വിടുക. ഇപ്പൊ കുറച്ച് ഓഫറുള്ള സമയല്ലേ, അപ്പൊ അങ്ങനെ കുറച്ച് സീൻ കൂടി ഉണ്ട് അതില്. അതാ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, കൊടുക്കണവരടുത്ത് അത് കീറരുത്. അന്ന് നമ്മൾ ഇവിടുന്ന് കീറിയതല്ലേ, ഞാനല്ലേ അത് ഇതാക്കി തന്നെ. അപ്പൊ ഞാനത് ഉണ്ടാവും വിചാരിച്ചു. കുഴപ്പമില്ല. അപ്പൊ ഇതെന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കിയത്. ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇതിങ്ങനെ ആയിട്ടാ വന്നേക്കുന്നത്, നമ്മൾ ചെയ്തതല്ല. വന്നേക്കണ ഇങ്ങനെയാണ്. ഇവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് തുറന്നു നോക്കാം. മറ്റേതിന്റെ പെട്ടി നല്ലതായിരുന്നു. ഇതിന്റെ പെട്ടിയൊക്കെ ആകെ പൊളിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റേ ഞാൻ നേരത്തെ വീഡിയോയിൽ പോലെ ഈ ലൈറ്റ്നിങ് കേബിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവർ കൊടുത്തേക്കണ C ആണ്, അതായത് നോർമൽ USB to C. അതിനകത്ത് അവരുടെ ആപ്പിൽ പറഞ്ഞേക്കണത് C to ലൈറ്റ്നിങ് കേബിൾ എന്നാണ്. അപ്പം തുറന്നു നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കേബിള്, പിന്നെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എടുത്ത് വയ്ക്കുക, കവർ ഊരി വയ്ക്കുക. നമുക്ക് ആദ്യം ഇത് നോക്കേണ്ടത്, ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എന്തോ കുറവുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഫസ്റ്റ് നോക്കേണ്ടത് ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് കുത്തി നോക്കാം. അതാ ഇപ്പൊ ഇതിന്റെ C മാറിയിട്ട് നോർമൽ ആക്കിക്കണ്. അയ്യേ, ഇതിപ്പോ നോർമൽ, അതായത് നമ്മുടെ പഴയ കേബിളില്ലേ, പഴയ ഈ സീന് മുമ്പുള്ളത് Type 2 കേബിള്, അതാക്കി വെച്ചേക്കണ്. അയ്യയ്യേ, അതെന്തായാലും മോശമായി. ഇതിപ്പോ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണിത്. ഐ എം റിയലി സോറി. ദിസ് ഈസ് വെരി പുവർ ചോയ്സ്. എനിവേ ഇത് വർക്ക് ചെയ്യണ്ടോ നമുക്ക് നോക്കാം. ഇത് ആകെ മാറിയിട്ടാ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആണ്. നോക്കിയേ, നേരത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ബട്ടണും പിന്നെ ഇതിങ്ങനെ തിരിക്കാൻ പറ്റണ ബട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാതിരിക്കാൻ പറ്റോ? ഇല്ല അല്ലേ? സാരല്ല. ഇതെന്തിട്ടത്? നേരത്തെ കുറച്ചുകൂടി കംഫേർട്ട് ഉണ്ടായിരുന്നു. ഇത് മരക്കട്ട പോലെ ഇരിക്കണ ഈ സാധനം. എനിക്ക് വർക്ക് ചെയ്യണോ നോട്ടെ. ഓൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഇതിനകത്ത് ഇല്ല ഗൈസ്. സോ ഇറ്റ്സ് എ ഫേക്ക് പ്രൊഡക്റ്റ്. അവരിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇത് മരക്കട്ട പോലെ ഉണ്ട് കേട്ടാ, ഉള്ള കാര്യം പറയാലോ. അയ്യേ, കണക്റ്റേ. ഓ ഗൈസ്, ഇത് ഭയങ്കര ചീറ്റിംഗ് ആണ് അവർ ചെയ്തേക്കണ. അപ്പോൾ ഉമ്മാര് കാണിച്ച തെണ്ടിത്തരമാണ്. ശരിക്കും പറയാം, തെണ്ടിത്തരമാണ്. കാര്യം പറയാലോ. നമുക്ക് ആദ്യം തന്ന പ്രൊഡക്റ്റ് നല്ലതായിരുന്നു, വർക്ക് ചെയ്യില്ല എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ എയർപോഡ് പ്രോ മാക്സിന്റെ ഏകദേശം സെയിം ആയിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. ഇത് ഏതോ മരക്കട്ട കൊണ്ട വെച്ച പോലെ അവസ്ഥയാണ്. ഇത് ഒരുമാതിരി നമ്മളെ ചീറ്റ് ചെയ്യണ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിക്കണത്. നമുക്ക് കംപ്ലീറ്റ്ലി മറ്റേ P9 പഴയൊരു ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ആ സെയിം സാധനമാണ് തോന്നുന്നത്. ഇത് നോക്ക് ഗൈസ്,
ഇത് നിങ്ങൾക്ക് C2 ലൈറ്റിനിങ് കേബിളിലാണ് ഇത് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയതാ. ഇതിനകത്ത് കണ്ടോ ഈ ഒരു സാധനം കറക്റ്റ് മറ്റേനകത്തുണ്ടായിരുന്നു. അത് ചാർജ് കയറുന്നില്ല എന്ന് മാത്രം ഒരു കംപ്ലൈൻറ്റ് എനിക്കുണ്ടായിരുന്നുള്ളൂ. നല്ല സാധനമായിരുന്നു അത്. അത് വെക്കുമ്പോഴും നല്ല, നമുക്ക് ചെവിക്കൊരു അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇത് മറ്റേ പീണ പ്രോഡക്റ്റ് നിങ്ങളാരും മേടിക്കണ്ട. ഞാൻ ലിങ്കിലും തരുന്നില്ല. നിർത്തി. ഇപ്പോൾ ഒരു 2-3 സ്പീക്കറിൻ്റെ ഒരു വീഡിയോ വരാനുണ്ട്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കണ്ട. നിങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആകെ തലക്ക് വട്ട് പിടിച്ച് നമ്മൾ ആദ്യം മേടിച്ചതല്ല തിരിച്ചു വന്നത്. ആദ്യം മേടിച്ചത് കുറച്ചും കൂടി നല്ലതായിരുന്നു. സാധനം വർക്ക് ചെയ്യില്ല എന്നുണ്ടായിരുന്നുള്ളൂ. അതെന്നെ വർക്ക് ചെയ്യണ തോന്നിയിരുന്നതിൽ കുറച്ചും കൂടി അല്ല. അത് നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയുന്നുണ്ട്. ഇതൊരുമാരെ പാറക്കട്ട കൊണ്ട വെക്കണ പോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റീഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ടൈമിൽ കാണാം. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രോഡക്റ്റൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീഫണ്ടൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല വാങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും അത് പറയാൻ. അപ്പോൾ ഒരു 1.5 ആഴ്ചയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഔട്ട്രോ പറയണത്. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ കാണുമായിരിക്കും. ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഡ്രീം. ചുമ്മാ അടിച്ച് പൊളിക്കുക ഗൈസ്. പീസ്. അപ്പോൾ ഇതുപോലത്തെ തട്ടിപ്പിലൊന്നും പെടാണ്ടിരിക്കുക. ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സന്തോഷിക്കുക.